15 വർഷം കൊണ്ടാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. സാധാരണ ആരും ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആശയം കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ കുറച്ചവൻ്റെ പണി തുടങ്ങി എന്ന് പറയുമായിരുന്നു. സവോളയുടെ തൊലി, ചക്കക്കുരുവിൻ്റെ തൊലി, ഇതെല്ലാം കൂടെ ചേർത്ത് ഓരോ തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈ ഇതിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വയലിൽ നിന്നെടുത്ത വെറും സാധാരണ മണ്ണ്, കിളച്ചെടുത്ത വയനാടൻ മണ്ണാണിത്. ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്നതെന്ന് പറഞ്ഞാൽ കുഴച്ച് വെള്ളമൊഴിച്ച് കുഴച്ചെടുത്തിരിക്കുകയാണ്. അത് മയം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നു. ഇങ്ങനെ ഉരുട്ടി അതിനെ ഷേപ്പ് ചെയ്യുന്നു. അതിൻ്റെ റോസപ്പൂവിൻ്റെ നടുവുള്ള ഭാഗമായിട്ട് ഇതിനെ മാറ്റുന്നത്. അതവിടെ വെക്കുക. അതിന് ശേഷം എതളുകളാണ് പിന്നെ ഉണ്ടാക്കുന്നത്. നാല് ദിവസങ്ങൾക്ക് ശേഷം പൂവ് പ്രൈമർ അടിച്ച് ഉള്ള പൂവാണ്. വീണ്ടും പെയിൻ്റ് അടിക്കുകയാണ്. എൻ്റെ പേര് ഗ്രേസി ജോസഫ്. ഞാൻ പാലായിൽ നിന്ന് BEd കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടിയിട്ട് വയനാട്ടിലെത്തിയതാണ്. കബനീരി നിർമ്മല ഹൈസ്കൂളിൽ റിട്ടയർ ആകുന്നിടം വരെ ജോലി ചെയ്തു. 2008 റിട്ടയർ ചെയ്തു. അതിനുശേഷം റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണെന്നാണ് എല്ലാവരും ഓർത്തുകൊണ്ടിരുന്നത്. പ്രയാസവും സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ടാണ് എല്ലാവരും പുറത്തോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ വന്ന് നോക്കിയപ്പം വിശാലമായിട്ടുള്ള പറമ്പുകളും മണ്ണും ഒക്കെ കണ്ടു. അപ്പോൾ അന്നേരം എനിക്കൊരാശയം തോന്നി, ഈ മണ്ണ് കഴിച്ച് എന്തെങ്കിലും കൗതുക വസ്തുക്കൾ ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഞാനിവിടെ കാണുന്നൊരു കോഴിയുടെ രൂപം ഉണ്ടാക്കി. ആ കോഴിയുടെ രൂപം ഉണ്ടാക്കി പൊട്ടിപ്പോകുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, സാധാരണ പറമ്പിലത്തെ മണ്ണായ കാരണം. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ആവേശമായി. ഞാൻ പിന്നെ 1-2 കോഴിയും ആട് അതുപോലെയുള്ളതൊക്കെ ഉണ്ടാക്കി നോക്കി. എല്ലാം വിജയമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എനിക്ക് ഈ പൂച്ചെടി നടാനൊക്കെ വയസ്സാം കാലത്ത് പറ്റിയില്ല. അതിന് വെള്ളം ഒഴിക്കാനും വാട്ടറിങ് ദ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ വയസ്സെന്നവരുടെ തൊഴിൽ എനിക്ക് ഇഷ്ടമില്ല. അത് കാരണം ഞാൻ ഓർത്തു, പൂക്കളുണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്നും കാണുകയും ചെയ്യാം, നിത്യവസന്തമായിട്ട് ഇരുന്നോളുകയും ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് നിത്യവസന്തം എന്ന പേരുവിട്ട് ഞാൻ പൂക്കളുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ വെറുതെ മണ്ണ് കുഴച്ച് ചെറിയ ചെറിയ ഓരോ പൂക്കളുണ്ടാക്കി. പിന്നെ ഞാൻ ഈ വനങ്ങളിലല്ല, ചുമ്മാ പറമ്പിലൊക്കെയുള്ള കാട്ടുപൂക്കൾ, കാണുന്ന പൂക്കളുടെ എല്ലാം ഫോട്ടോ ഞാൻ എടുത്തുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ അത് പറിച്ചുകൊണ്ട് വന്ന് ഞാൻ അതുപോലെയുള്ള മോഡലുകളുണ്ടാക്കി. അങ്ങനെ ഒരു 100-130 ഐറ്റംസ് ഉണ്ട് പൂക്കളുടെ തന്നെ. 15 വർഷം കൊണ്ടാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഓണക്കാലത്ത് ഞാനൊരു പച്ചക്കറികളുണ്ടാക്കിയൊരു വ്യത്യസ്തമായിട്ട്, അത് ഞങ്ങളുടെ പെൻഷൻകാരുടെ സമ്മേളനത്തിൽ അത് കൊണ്ടുപോയി പ്രദർശിപ്പിച്ചായിരുന്നു. പിന്നെ ഞാൻ ഒരു ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. 3999 മുള്ളുണ്ട് അതിന്. അത് ഞാൻ എണ്ണി, ഒരു മുള്ള എൻ്റെ കയ്യിൽ നിന്ന് താഴെപ്പോയി. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. സാധാരണ മണ്ണ് പറമ്പിൽ നിന്നുള്ളത് എടുത്തു, അതിൻ്റെ മണ്ണിലെ കല്ല്, ചെറിയ തരികൾ, പിന്നെ വേരിൻ്റെ അംശങ്ങൾ, ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. വെറുതെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. കോവയ്ക്ക, പച്ച കാന്തുകാരി, ഉണക്ക് കാന്തുകാരി, ഇതെല്ലാം ഈ കൂടെ ഉണ്ട്. ഇതൊരു മാങ്ങയാണ്. ഇതൊരു വാഴച്ചുണ്ട്. ഈ അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുകയും കഴിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്ത് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ചുമ്മാ ഒരു രസം. അപ്പോൾ മൈ ഹോബി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പള്ളിക്കുടുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ടറിങ് ദ പ്ലാന്റ്സ്, സ്റ്റാമ്പ് കളക്ഷൻ, റീഡിങ്, ഈറ്റിങ് ആൻഡ് സ്ലീപ്പിങ് എന്നൊക്കെയുള്ള പരിപാടികളല്ലാതെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നി. സാധാരണ ആരും ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആശയം കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചുറ്റുപാടുമുള്ള പിള്ളേർ ഇത് പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുവന്ന് ഈ പിള്ളേരുടെയൊക്കെ കൈകളിൽ ഓരോ ചെറിയ വട്ട് പോലെ
ഉരുളയാക്കി കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഈ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മണ്ണും പിടിച്ചുകൊണ്ട് ചുമ്മാ നിൽക്കുന്ന ഈ പിള്ളേർ, ചില 1-2 പിള്ളേർ മാത്രം അത് മോൾഡ് ചെയ്ത് അല്ല ഷേപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു രൂപമാക്കി മാറ്റി, ബാക്കിയുള്ള പിള്ളേരെല്ലാം ഇത് വെറുതെ നിൽക്കുക, എന്നിട്ട് അത് കളഞ്ഞേച്ച് പോയി. അപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ളതല്ല. ഞാൻ പ്രായമായവരോടും ഞാൻ പറഞ്ഞു, വെറുതെ ഇത് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ക്ഷമയില്ല, അല്ലെങ്കിൽ പ്രായമായവർക്ക് പിന്നെ ഒത്തിരി നേരം ഇരുന്ന് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാണുമല്ലോ. ഇവിടെ പണ്ട് ഞാൻ ആദ്യമേ UP സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തത്. UP സ്കൂളിൽ ഒരു 2 കൊല്ലം വർക്ക് ചെയ്തു. അപ്പോഴവിടെയൊക്കെ ഇവിടെ അന്ന് സിമെൻറ്റുള്ള കാലമൊന്നുമല്ല അധികം. അപ്പോൾ UP സ്കൂളിൻ്റെ ഭിത്തിയൊക്കെ കെട്ടിയിരിക്കുന്നത് ഈ ചുട്ട കട്ട ഇഷ്ടികക്കട്ട ഇവിടെ തന്നെ ചുടുന്നതാണ്. അങ്ങനെ ചുട്ട കട്ട കൊണ്ട് കുഴമണ്ണ് തേച്ചാണ് അതിൻ്റെ സൈഡ് തേച്ചിരുന്നതും കെട്ടിയിരുന്നതൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ മണ്ണിന് ഇത്രയും ശക്തി ഉണ്ടല്ലോ, ഇവിടുത്തെ മണ്ണ് നല്ലതാണല്ലോ. പിന്നെയാണ് ഇവിടുത്തെ മണ്ണ് കാണുന്നത്. നമ്മളും അതുപോലെ സ്ഥലം മേടിച്ചു ഇവിടെ താഴെ ഒരു വയൽ പോലെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ മണ്ണെടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ അതിനകത്തെ വേര് മണൽത്തരികൾ ഇതെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വെള്ളം ഒഴിച്ച് കുഴയ്ക്കും. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുഴഞ്ഞ് കിട്ടുകയില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2-3 മണിക്കൂർ വെള്ളം ഒഴിച്ച് ഇടണം. അതിന് ശേഷമാണ് കുഴയ്ക്കുന്നത്. അങ്ങനെ കുഴച്ചത് ചപ്പാത്തി പരത്തുന്ന പോലെ എത്ര പ്രാവശ്യം നമ്മൾ ഉരുട്ടി അത് ഷേപ്പ് ചെയ്യുന്നോ അതനുസരിച്ച് അതിന് മായം കൂടും, എളുപ്പമുണ്ടാകും. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റി അതിന് ശേഷം പിന്നെ ഏതാണോ ഷേപ്പ് ചെയ്യുന്നത് അത് പൂവിൻ്റെ ഇല അതൊക്കെ ഈ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ റോസപ്പൂവിൻ്റെ ഇതളുകൾ ഉണ്ടാക്കുന്നത് ഇതിലെല്ലാത്തിലും എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. 4 ദിവസമായി കഴിയുമ്പോഴത്തേനും അത് ഉണങ്ങി കഴിയുമ്പോൾ പെയിൻ്റ് അടിക്കും. ആദ്യമേ പ്രൈമറാണ് അടിക്കുന്നത്. ആദ്യം ഞാൻ കാശ് കൊടുത്ത് പെയിൻ്റൊന്നും മേടിച്ചടിക്കാറില്ലായിരുന്നു. ഇവിടെ വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈമറൊക്കെ മേടിക്കുമ്പോൾ അതുപോലെ ഏതെങ്കിലും ആവശ്യത്തിന് മേടിക്കുന്നതൊക്കെ അതുകൂട്ടൊക്കെ ആദ്യം അടിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ ഞാൻ ഫാബ്രിക് പെയിൻറ്റ് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫാബ്രിക് പെയിൻ്റ് അടിച്ചു. പക്ഷേ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓർക്കുന്ന പോലെയുള്ള പൂവിനൊക്കെയുള്ള നിറങ്ങൾ കിട്ടുകയില്ല. അപ്പം അങ്ങനെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ആലോചിച്ച് അങ്ങനെ ഇരുന്നപ്പം ബത്തേരിൽ ഒരു ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 2011-ലോ 2012-ലോ ഏതാണ്ടായിരുന്നു ഒരു സ്ത്രീ വന്നായിരുന്നു. അപ്പോൾ അവർ ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് പഠിച്ചപ്പം വയസ്സാം കാലത്ത് ഞാനും പോയി ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങിന് 2 ദിവസത്തേക്ക് ഞാനും പോയി. എനിക്ക് പഠിക്കേണ്ടത് ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് അല്ലായിരുന്നു, എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഒന്നും അറിയണമെന്നും കൊണ്ടായിരുന്നു ഞാൻ പോയത്. അങ്ങനെ ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങിൻ്റെ കളർ കണ്ടു. കുറേ കൂടെ മെച്ചപ്പെട്ട കുറേ കളർ ഞാൻ മേടിച്ചു. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ്, ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങിൻ്റെ കളറുകൾ, പിന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് പോയായിരുന്നു. ഓസ്ട്രേലിയക്ക് പോയപ്പോൾ അവിടുന്ന് കുറേ കളറ് അവിടെയുള്ളത് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഐബ്രോ പെൻസിൽ വരെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച ഒരു ദിവസം കഴിയുമ്പോഴത്തേനും ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ചില കട്ടിയുള്ള ചെറിയ കുന്തിരിക്കൊക്കെ പോയിക്കുന്ന കൂട്ട് പോട്ട്സ് അതുണ്ടാക്കി. അങ്ങനെയുള്ള പോട്ട്സൊക്കെ ഞാൻ പിന്നെ കഞ്ഞി വെക്കുമ്പം അതിൻ്റെ അടുപ്പിലിട്ട് ചുട്ട് പൊട്ടുകയില്ലാത്ത പോലെയാക്കി. അങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ നടത്തി നോക്കി. അപ്പോൾ ഞാനിത് ആദ്യം ഉണ്ടാക്കുമ്പം എനിക്കൊരു എൻ്റെ ഭർത്താവ് ഇതുപോലുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നും ഉള്ള കൂട്ടത്തിലല്ലായിരുന്നു. ഞാൻ മണ്ണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറയും അവൾ കൊശവൻ്റെ പണി തുടങ്ങിയെന്ന്. ഞാൻ ജോസഫ് KM, പൊതുവെ ആൾക്കാർ വിളിക്കുന്നത് ജോയ് സാറ്. കബിഞ്ഞേരി നിർമ്മല ഹൈസ്കൂളിലായിരുന്നു ഞാനും ഭാര്യയും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2006 റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് കാർഷിക മേഖലയായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള പറമ്പിൽ കൃഷിപ്പണികളൊക്കെ ചെയ്ത് സമയം കഴിക്കുന്നു. ഭാര്യ ഈ മണ്ണുകൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ കൊശവൻ്റെ പണി തുടങ്ങി എന്ന് പറയുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മൂല്യം എന്താണെന്ന് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ വരുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടുകാരുമൊക്കെ ഇവളുടെ ഈ ജോലി, ഈ വർക്ക് അപ്രിഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കും അതിനോട് കൂടുതൽ താല്പര്യം തോന്നി. ഇപ്പോൾ ഞാൻ ഈ കളിമൺ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള മണ്ണ് താഴെ പറമ്പിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കൊടുത്ത് സഹായിക്കുന്നുണ്ട്.
ആ കാണുന്നത് വേസ്റ്റ് മെറ്റീരിയൽ പ്രോഡക്റ്റ്സ് ആണ്. വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തൊണ്ട് പൊളിക്കുക അല്ലെങ്കിൽ സവോള പൊളിക്കുക, ഇതൊക്കെ പൊളിച്ച് വെച്ച് വെറുതെ കളയുക ചെയ്യുന്നത്. ഞാനിതൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഉള്ളിത്തൊലി കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സവോളയുടെ തൊലി, ചക്കക്കുരുവിൻ്റെ തൊലി, വെളുത്തുള്ളിയുടെ തൊലിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഓരോ തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈ ഇതിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ചിറകായിട്ട് ഈ തൊലികൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ നടുഭാഗമായിട്ട് അതിൻ്റെ ശരീരവും തലയായിട്ട് ഉപയോഗിക്കുന്നത് കപ്പയുടെ അകത്തുനിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ എല്ലാവരും കപ്പപ്പൊങ്ങ് കൊണ്ട് മാലകളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള കപ്പപ്പൊങ്ങ് കുത്തിയെടുത്ത് അത് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ചുമ്മാതെ ചോറുണ്ടാക്കുന്നതിനിടയ്ക്ക്, കഞ്ഞി വേകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാല് തിളയ്ക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് ചെന്ന് ഓരോന്നും ഏതളുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിൻ്റെ ചിറകുണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നീട് പോവുമായിരുന്നു. കൃത്യമായിട്ട് ഇരുന്ന് ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നു, പോകുന്നു. പിന്നെ പെയിൻ്റ് അടിക്കാൻ നേരത്ത് മാത്രം ഒരുപോലെയുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് പെയിൻ്റ് അടിക്കുന്നു. ഞാൻ ലിക്സി ജോസഫ്, ഇവിടുത്തെ 3 മക്കളിൽ ഇളയവർ. ഞങ്ങൾ ട്വിൻസാണ്. ഞാൻ ലിക്സി, മറ്റേ ആൾ നിക്സി. ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർനാഷണൽ അത്ലറ്റാണ്. സ്പോർട്സ് കോട്ട വഴി തന്നെയാണ് ജോലി കിട്ടിയത്. ഞങ്ങൾ സ്പോർട്സ് താരങ്ങളാണ്. എൻ്റെ ഹസ്ബൻഡ് ജിബിൻ സെബാസ്റ്റ്യൻ ചക്കിട്ടപ്പാറ സ്വദേശിയാണ്. ഹസ്ബൻഡും സ്പോർട്സ് താരം തന്നെയാണ്, ഇൻ്റർനാഷണൽ അത്ലറ്റാണ്. നിക്സിയുടെ ഹസ്ബൻഡ് നിലമ്പൂർ സ്വദേശി മാത്യു, ആൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത ചേച്ചി ജോക്സി ജോസഫ്, ആൾ ഓസ്ട്രേലിയൻ നേഴ്സാണ്. ഹസ്ബൻഡും ഓസ്ട്രേലിയയിൽ തന്നെ ഒരു മോളുള്ളത്. ഇവിടെ മമ്മി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട്. ഞങ്ങൾ മിക്കവാറും വീട്ടിലുണ്ടാവാറില്ല. ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ട്വിൻ സിസ്റ്റർ ഇൻകം ടാക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ മമ്മി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയതൊക്കെ കാണിക്കും. പൂക്കളും കായ്കളൊക്കെ ഉണ്ടാക്കിയത് കാണിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഉള്ളിത്തൊണ്ട് കൊണ്ട് ബട്ടർഫ്ലൈസിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു സാധനം കാണുമ്പോൾ ഉള്ള ആ ഒരു ആംഗിളിലല്ല മമ്മി അത് കാണുന്നത്. നമ്മൾ ഓരോ സാധനങ്ങൾ വേസ്റ്റ് ആക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ വേറെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാം എന്നുള്ള ഒരു മൈൻഡ് വരുമോ മമ്മിക്ക്? വിദേശത്ത് പോയി ഓസ്ട്രേലിയയിലുള്ള ചില പൂക്കൾ കൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് ആ ഫോട്ടോ കണ്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. പലയിടത്തുനിന്ന് ഞാൻ ചിലപ്പം പറിക്കാൻ പറ്റുമെങ്കിൽ പൂക്കൾ പറിച്ചുകൊണ്ട് വരും, എന്നിട്ട് അത് കണ്ടുണ്ടാക്കും. അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അതിൻ്റെ പടം കണ്ടുകൊണ്ടുണ്ടാക്കും. പിന്നെ മെൽബൺ അക്വേറിയത്തിൽ പോയപ്പം പെൻഗ്വിൻ പക്ഷികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പടം എടുത്തുകൊണ്ടൊന്നുണ്ടാക്കിയ പെൻഗ്വിൻ പക്ഷിയുടെ ചെറിയ രൂപങ്ങളുണ്ട്. ഞാൻ കോവിഡ് വന്ന സമയത്ത് 2-3 കോവിഡിനെ ഉണ്ടാക്കി. അത് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കഴിയുന്ന മനുഷ്യർക്ക്, പ്രായമായവർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ വാർദ്ധക്യം അകാലമായിട്ട് വരും, നിരാശ വരും, വിഷമം വരും. അപ്പം ജീവിതത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനൊരു ഉണർവ് വരും. വീണ്ടും വീണ്ടും ഉണർവോടെ ഉന്മേഷത്തോടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് മനസ്സിനും ശരീരത്തിനും.